ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ BJP വീട്ടിലേക്കാണോ പോയെ? മേയർ മറുപടി പറയട്ടെ, ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷന് ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേജാറ് BJPക്കാർ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ആദ്യം മേയർ പറഞ്ഞത് കാലപ്പഴക്കമുണ്ട്, അത് പൊളിക്കാൻ ആലോചിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഒടുവിൽ മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ലൈസൻസ് നൽകിയത് കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. നിങ്ങളറിയോ, ഈ നഗരഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തിന് പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഏത് DYFI നേതാവ് CIയുടെ രൂപത്തിൽ വന്നാലും ഞങ്ങൾ അങ്ങ് ജയിലിലിടുവെന്നല്ലാതെ പുറകോട്ട് പോകില്ല. ഇതുപോലെയുള്ള ഒരു കെട്ടിടമല്ല, നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത്. ലൈസൻസ് പുതുക്കാൻ വരുന്ന സമയത്ത് കെട്ടിടം അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പുതുക്കി പണിതുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലൈസൻസ് പുതുക്കാവൂ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു കെട്ടിടങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ ഇവിടെയുള്ള സെക്രട്ടറിയോ ബഹുമാനപ്പെട്ട മേയറോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് അനുസൃതമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുവാൻ ഇന്ന് വരെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജീവൻ പൊലിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും നാണം കെട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക്, ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ വിഷയം കൌൺസിലിൽ വന്നിട്ടുള്ളതായിരുന്നു. കെട്ടിടം അൺഫിറ്റ് ആണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതാണ്. ആ അൺഫിറ്റ് ആയിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതുക്കി പണിയേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബഹുമാനപ്പെട്ട മേയർക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൽ നടപടി ഉണ്ടാവാതെ പോയതെന്ന് നിങ്ങൾ കരുതുന്നു? ഒരു നടപടിയും സ്വീകരിച്ചതായിട്ടില്ലല്ലോ. നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ല. ചെറിയ വീടുകൾ, ചെറിയൊരു ബങ്കുകൾ അതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വീട് അതിന്റെ ചോർച്ച തടയുന്നതിന് വേണ്ടി ഒരു ഷീറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിൽ നിൽക്കാറുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ തന്നെ അധീനതയിലുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പ്രതിഷേധിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വൻ പ്രതിഷേധമാണ്. കൊലയാളി മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. അതേസമയം തന്നെ പോലീസ് അതിക്രമത്തിനെതിരെയും വലിയ പ്രതിഷേധമുയർത്തുകയാണ് BJP. 3 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അവിടെ വലിയങ്ങാടിയിൽ അപകടമുണ്ടായ സ്ഥലത്തെത്തി അവിടെയും സന്ദർശിച്ചതിനു ശേഷമാണ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷന് സമീപത്തേക്ക് എത്തിയത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു. പോലീസ് അവരെ തടഞ്ഞു, ബലം പ്രയോഗിച്ച് പുറത്താക്കി, ഗേറ്റ് പൂട്ടി. ആ സാഹചര്യത്തിലാണ് അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നിരവധി കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അനുഭവങ്ങൾ തങ്ങൾക്ക് അറിയാമെന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അവിടെയൊക്കെ അനധികൃതമായി ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ മൗനാനുമതി നൽകുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നത്. തൊഴിലാളികൾക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. നിരവധി കെട്ടിടങ്ങളുണ്ട്. തങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം പലകുറി ഉയർത്തിയതാണ്. അതിനുള്ള തീരുമാനങ്ങളായതിനു ശേഷവും അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട്
ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മറ്റ് പുതിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി എങ്ങനെ കിട്ടുന്നു എന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു. എന്തായാലും 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. ഗുരുതരമായ പരിക്കുകളാണ് അവർക്കും ഏറ്റിട്ടുള്ളത്. വലിയ കോൺക്രീറ്റ് പാളികളാണ് ആ പാവപ്പെട്ട മനുഷ്യരുടെ പുറത്തേക്ക് വീണത്. ജോലിയെടുത്തതിന് ശേഷം അവിടെ വിശ്രമത്തിനായി ഇരുന്ന കയറ്റിറക്ക് തൊഴിലാളികൾക്ക് മുകളിലേക്കാണ് വലിയ കോൺക്രീറ്റ് പാളികൾ വീണത്. ഫയർഫോഴ്സ് എത്തിയാണ് അവ നീക്കിയത്. തൊഴിലാളികളൊക്കെ കൂട്ടായി ശ്രമിച്ചിട്ട് പോലും പൊക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ കോൺക്രീറ്റ് പാളികൾ വീണാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലോട്ടും ഈ കോൺക്രീറ്റ് പാളികൾ വീണു. എന്തായാലും വലിയ അപകടം. 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. അവർ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.